പരിജ്ഞാനമില്ലാത്ത പ്രാർത്ഥനകൾ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പേ. കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു മോഡൽ പ്രയർ നൽകിക്കൊടുത്തു. ഇന്ന് പലരും അത് മാത്രം പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥനയുടെ ഒരു മാതൃക മാത്രം ആണ്. അതായത് നമ്മുടെ അപേക്ഷകൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് ഇപ്രകാരം മാത്രം ആയിരിക്കണം എന്ന ഈ മാതൃക. സ്വർഗത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിലും നിറവേറണം, അതായിരിക്കണം നമ്മുടെ താൽപര്യം. അന്നന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള വക നമുക്ക് തരുന്ന ദൈവത്തിന് നമ്മൾ പ്രതിദിനം നന്ദി പറയണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ദിനവും പ്രാർത്ഥിക്കുക. ഒരു വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പ്രയാസമുള്ള എന്തിനും ഏതിനും വേണ്ടി ഏതു നേരത്തും എവിടെയും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ക്രമീകരിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ആവശ്യമില്ല. പ്രത്യേക ഭാഷയുടെ ആവശ്യം ഇല്ല. ഒരു മധ്യസ്ഥനെയും ആവശ്യമില്ല. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് കൽപ്പിക്കും, കർത്താവെ നീ അങ്ങനെ ചെയ്യും, അവിടുത്തെ ഹിതം നിറവേറണമേ എന്നതിന് പകരം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റായ പ്രാർത്ഥനാ രീതിയാണ്. അത് ഞാനും കർത്താവും തമ്മിലുള്ള ഉറപ്പിനാലാണ് എന്ന് സമർത്ഥിക്കുവാൻ തുനിയരുത്. അങ്ങനെ നല്ല ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. യേശുവേ എന്നോട് ഞങ്ങളോട് കനിവ് തോന്നേണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാരീതി. അതിനു പകരം സാഹിത്യത്തിന്റെ ഗർഭഗൃഹങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്ന ഈ വെടിക്കെട്ട് വാക്കുകളെ വലിച്ചു പുറത്തെടുത്ത് വെറും അധരചർവണം ചെയ്യുന്ന ഒന്നായി പ്രാർത്ഥനകൾ മാറരുത്. അത് കേട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ പോലും അലോസരപ്പെടുത്തും. ഇന്നോളം ആരും കേട്ടിട്ടില്ലാത്ത പദപ്രയോഗങ്ങളുടെ അഭ്യാസപ്രകടനം അല്ല പ്രാർത്ഥന. പ്രത്യുത മുടിയൻ പുത്രൻ ഒഴുക്കിയ കണ്ണുനീരാണ് യഥാർത്ഥ പ്രാർത്ഥന. പാപിനിയായ സ്ത്രീയുടെ കുറ്റബോധത്തിന്റെ ഹൃദയ തകർച്ചയാണ് യഥാർത്ഥ പ്രാർത്ഥന. കരുടന്റെ നിലവിളിയാണ് യഥാർത്ഥ പ്രാർത്ഥന. ഈ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടേണ്ടത് ഹൃദയം നിറയുന്ന തികഞ്ഞ നന്ദിയും ആദരവും ആയിരിക്കണം. നമ്മുടെ കൈകൾ താഴുമ്പോൾ അവന്റെ കൈകൾ ഉയരും. നമ്മുടെ ബലഹീനത വെളിപ്പെടുത്തുമ്പോൾ അവന്റെ ബലം നമുക്കായി വെളിപ്പെടും. നമ്മുടെ കണ്ണുകൾ നിറയുമ്പോൾ അവൻ കണ്ണുനീർ തുടക്കും. നമ്മുടെ മുഖം കുനിയും എന്ന് തോന്നുന്ന നേരം ഈ വെളിമ്പറമ്പിലുള്ള കാൽപാത്രം നിറവീഞ്ഞായി വിരുന്നുശാലയിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങൾ ആവാതിരിക്കട്ടെ.